മഴ നനഞ്ഞ ഓർമ്മ. പുറത്ത് പെരുമഴ തകർക്കുകയായിരുന്നു. ഇടിമിന്നലിന്റെ വെളിച്ചത്തിൽ ജനൽക്കൽ നിൽക്കുമ്പോൾ അനന്യയുടെ മനസ്സിൽ ആദിയുടെ വാക്കുകൾ മുഴങ്ങി. ഒരു പെരുമഴയിൽ നിന്നെ ചേർത്തുപിടിക്കണം, അതാണെന്റെ സ്വപ്നം. വീട്ടിൽ അവൾ മാത്രം. പെട്ടെന്ന് വാതിലിൽ ഒരു മുട്ട് കേട്ടു. തുറന്നപ്പോൾ മുന്നിൽ മഴയിൽ നനഞ്ഞു കുതിർന്ന ആദി. അത്ഭുതത്തോടെ അവൾ അവനെ അകത്തേക്ക് ക്ഷണിച്ചു. മെഴുകുതിരി വെളിച്ചത്തിൽ, മഴയുടെ സംഗീതത്തിൽ അവർ പഴയ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. ഇടയ്ക്കെപ്പോഴോ അവളുടെ കൈകൾ ചേർത്തുപിടിക്കുമ്പോൾ അവൻ പതിയെ ചിരിച്ചു. എന്നാൽ ഒരു മിന്നൽപ്പിണരിൽ അവന്റെ ഷർട്ടിലെ ചുവന്ന പാടുകൾ കണ്ട് അവൾ ഞെട്ടി. ഇതെന്താ ആദി? അവൾ ചോദിച്ചു. മറുപടിക്ക് പകരം ഒരു മന്ദഹാസം മാത്രം. അപ്പോഴാണ് അവന്റെ ഫോൺ ബെല്ലടിച്ചത്. സ്ക്രീനിൽ വൈഫ് കാളിങ് എന്ന് തെളിയുന്നത് കണ്ട് സ്തബ്ധയായ അവൾ തലയുയർത്തിയപ്പോൾ ആദി അവിടെയില്ല. തുറന്നുകിടക്കുന്ന വാതിലിലൂടെ മഴത്തുള്ളികൾ അകത്തേക്ക് വീഴുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അവളുടെ ഫോൺ ശബ്ദിച്ചു. ആദിയാണ്. വിറക്കുന്ന കൈകളോടെ അവൾ ഫോൺ എടുത്തു. അനന്യ, ഞാൻ ഹോസ്പിറ്റലിലാണ്. ഇന്നലെ രാത്രി എനിക്കൊരു ആക്സിഡന്റ് പറ്റി. മറുപുറത്ത് ക്ഷീണിച്ച ശബ്ദം. പക്ഷേ നീ ഇപ്പോൾ ഇവിടെ വന്നിരുന്നല്ലോ? അവൾ വിറയലോടെ ചോദിച്ചു. അല്പനേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം അവൻ മന്ദമായി പറഞ്ഞു. ഞാൻ വന്നില്ല അനന്യ. പക്ഷേ നിന്നെ ഒന്ന് കാണണമെന്ന എന്റെ ആഗ്രഹം ഒരുപക്ഷെ മഴയായി വന്നതാകാം. ഫോൺ കട്ടായി. പുറത്തെ മഴയിലേക്ക് കൈനീട്ടുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ആ രാത്രിക്ക് ശേഷം അവൾക്ക് മഴ ഒരു ഭയമായി. കാരണം ചില മഴകൾ പെയ്യുന്നത് മേഘങ്ങളിൽ നിന്നല്ല, മരിച്ചുപോകാത്ത ചില പ്രണയങ്ങളിൽ നിന്നാണ്.